നമസ്കാരം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കെമിക്കൽ ബോണ്ടിങ് എന്താണെന്ന് മനസ്സിലാക്കി. എന്തായിരുന്നു കെമിക്കൽ ബോണ്ടിങ്? യെസ്, ആറ്റങ്ങൾ തമ്മിൽ പിടിച്ചു നിർത്താനുള്ള ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് കെമിക്കൽ ബോണ്ടിങ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. എന്തിനാണ് ഈ ആറ്റംസ് അട്രാക്ട് ചെയ്ത് നിൽക്കുന്നത്? യെസ്, അത് സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെയാണ് ഒരു ആറ്റം സ്റ്റേബിൾ ആവുന്നത്? ഓരോ ആറ്റത്തിന്റെയും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ്, ഒക്ടറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആവുമ്പോഴാണ് അത് സ്റ്റേബിൾ ആവുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ ആറ്റം സ്റ്റേബിൾ ആവുന്നത്? ഈസ് ബൈ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ കെമിക്കൽ റിയാക്ഷൻ. കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുത്തിട്ടാണ് ഈ ഓരോ ആറ്റംസും, സ്റ്റേബിൾ അല്ലാത്ത ആറ്റംസും സ്റ്റേബിൾ ആവുന്നത്. ഇതെല്ലാം നമ്മൾ പഠിച്ചു. ഇവർ തമ്മിൽ കണക്ട് ചെയ്ത് നിർത്തുന്ന ആ ഒരു ഫോഴ്സിനെയാണ് നമ്മൾ കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്നത് എന്നെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. സോ കെമിക്കൽ ബോണ്ടിങ് 2 ടൈപ്സ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഏതൊക്കെയാ 2 ടൈപ്സ്? ഫസ്റ്റ് വൺ അയോണിക് ബോണ്ടിങ് അഥവാ അയോണിക ബന്ധനം. ആൻഡ് സെക്കൻഡ് വൺ കോവലന്റ് ബോണ്ടിങ്, സഹസംയോജന ബന്ധനം. ഇപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അയോണിക് ബോണ്ടിങ്ങിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം വാട്ട് ഈസ് അയോണിക് ബോണ്ടിങ് എന്ന്. ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് നമ്മുടെ വീട്ടിലെ കിച്ചണിലോട്ടൊന്ന് പോകാം. അടുക്കളയിലുള്ള ഒരു കോമ്പൗണ്ടിനെ കുറിച്ച് ഇന്ന് നമുക്ക് പഠിക്കാം. ഏതാണെന്ന് അറിയോ? ഈ ഒരു കോമ്പൗണ്ട് ഇല്ലെങ്കിൽ നമ്മുടെ കറികളൊന്നും ടേസ്റ്റ് ഉണ്ടാവില്ല. ഏതാണെന്ന് അറിയോ? യെസ്, നിങ്ങൾ ഉദ്ദേശിച്ചത് തന്നെയാണ്, കോമൺ സോൾട്ട്, ഉപ്പ്. നമ്മൾ വീട്ടിൽ ഇത്രയും സിമ്പിൾ ആയ കോമ്പൗണ്ട് ഉള്ളപ്പോൾ നമുക്ക് അതിനെ കുറിച്ച് പഠിക്കാം. എങ്ങനെയാണ്, ഏതൊക്കെ സംയോജിച്ചിട്ടാണ് ഈ ഉപ്പ് സംയുക്തമായത് എന്നൊക്കെ. സാൾട്ടിനെ എന്താണ് നമ്മൾ കെമിസ്ട്രിയിൽ പറയാറ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. എന്താ പറയാ? NaCl എന്ന് വെച്ചാൽ സോഡിയം ക്ലോറൈഡ് എന്ന് പറയും. ഇത്രയും നമുക്ക് കറികളൊക്കെ ടേസ്റ്റ് തരുന്ന ഈ ഉപ്പിനെ കുറിച്ച് പഠിച്ചില്ലെങ്കിൽ നമ്മൾ എന്തിനാണല്ലേ കെമിസ്ട്രി പഠിക്കുന്നത്? സോ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം എങ്ങനെ സംയുക്തമായിട്ടാണ് ഈ സോൾട്ട് ഉണ്ടായിട്ടുള്ളത് എന്നൊക്കെ. അപ്പൊ നമ്മുടെ വീട്ടിൽ ഒരു ചെറിയൊരു തരി സോൾട്ട് എടുത്താൽ അതിനകത്ത് കുറെ സോഡിയം ആറ്റംസും ക്ലോറിൻ ആറ്റംസും ഉണ്ട്. ഈ സോഡിയമും ക്ലോറിനും എങ്ങനെയാണ് കമ്പൈൻ ചെയ്തിട്ട് ഒരുമിച്ചിട്ട് ഒരു കോമ്പൗണ്ട് ആയിട്ട് നിൽക്കുന്നത് എന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ വളരെ ഇൻട്രസ്റ്റ് ആയിട്ടല്ലേ ഇരിക്കുന്നത്? നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. നോക്കൂ, which are the atoms that combine form sodium chloride? എത്ര സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഏതൊക്കെ ആറ്റംസ് ആണ് സോഡിയം ക്ലോറൈഡ് ഉണ്ടാകാൻ കമ്പൈൻ ചെയ്തിട്ടുള്ളത്? ഏതൊക്കെയാണ്? സോഡിയമും ക്ലോറിനും. നോക്കൂ, ഈ ഒരു ഫിഗർ കണ്ടില്ലേ? ഇത് എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് സോഡിയത്തിന്റെയും ക്ലോറിന്റെയും ബോർ മോഡലാണ്. സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? അവിടെ തന്നിട്ടുണ്ടല്ലോ. എത്രയാണ്? 11. ദെൻ ക്ലോറിന്റെയോ? 17. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനൊക്കെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിരുന്നു. എങ്ങനെയാണ്? K എന്ന ഷെല്ലിൽ ഫിൽ ചെയ്യുന്നു. മാക്സിമം നമ്പർ പോകുന്നത് 2 ആണ്. പിന്നെ L എന്ന ഷെല്ലിൽ, പിന്നെ M എന്ന ഷെല്ലിൽ അത് 2n² എന്ന ഫോർമുല ഉപയോഗിച്ചാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്നെല്ലാം നമ്മൾ പഠിച്ചു. മാക്സിമം രണ്ടാമത്തെ ഷെല്ലിൽ പോകുന്നത് 8 ഇലക്ട്രോൺസ് ആണ്. സോഡിയത്തിന്റെ കേസ് എടുത്തു നോക്കുമ്പോൾ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്രയാണ്? നോക്കൂ, 2,8,1 എന്ന് വരും. ഔട്ടർ മോസ്റ്റ് ഷെല്ലിലാണ് ലാസ്റ്റ് തന്നിരിക്കുന്നില്ലേ 1 എന്ന്. അത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. ക്ലോറിന്റെയോ 17 ആണ്. ആറ്റോമിക് നമ്പർ എത്രയാണ്? 17. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരും? 2,8,7. 7 ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഓക്കെ, നിങ്ങൾ ഈ സോഡിയത്തിന്റെ ബോർ മോഡലും ക്ലോറിന്റെ ബോർ മോഡലും ഒന്ന് നോക്കൂ. ഇവ സ്റ്റേബിൾ ആണോ? അല്ല. വൈ? എന്തുകൊണ്ടാ സ്റ്റേബിൾ ആവാത്തത്? സ്റ്റേബിൾ ആവണമെങ്കിൽ ബാഹ്യതാമ ഷെല്ലിൽ, ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ആയിരിക്കണം? 8 ആയിരിക്കണം. അതിനൊരു പേര് പറയില്ലേ? എന്താ പറയാ? ഒക്ടറ്റ്, അഷ്ടക വിന്യാസം. ഇവയ്ക്ക് അതുണ്ടോ? ഒക്ടറ്റ് ഉണ്ടോ ഇവയ്ക്ക്? ഇവയ്ക്ക് അതില്ല. അപ്പൊ ഇവയ്ക്ക് ഒക്ടറ്റ്, അഷ്ടകം നേടണം. എന്ത് ചെയ്യും?
രാസപ്രവർത്തനത്തിൽ ഏർപ്പെടും. ഈ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോ 8 ഇലക്ട്രോൺ ആവാൻ വേണ്ടി ഇവ എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാം? ഒന്ന് ഡൊണേറ്റ് ചെയ്യാം, ഇന്നൊന്നോ അക്സെപ്റ്റ് ചെയ്യാം. ഇപ്പൊ സോഡിയത്തിന്റെ കേസ് നോക്കും. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്രയാണ്? 2,8,1. ബാഹ്യതമ ഷെല്ലിൽ 1 ഇലക്ട്രോൺ ആണുള്ളത്. 8 ആവാൻ ഞാനിപ്പോ പറഞ്ഞു എന്തൊക്കെ മാർഗങ്ങളുണ്ട്? ഒന്ന് ഡൊണേഷനും ഒന്ന് അക്സെപ്റ്റേഷനും. നമുക്കൊന്ന് അക്സെപ്റ്റ് ചെയ്ത് നോക്കാം, വാങ്ങാം. ശരിയാണ്, 7 ഇലക്ട്രോണുകളെ വാങ്ങാം. 7 ഇലക്ട്രോണുകളെ വാങ്ങുമ്പോ ഒരു പ്രശ്നമുണ്ട്. എന്താന്ന് വെച്ചാൽ അവിടെ ഒരു പ്രശ്നമുള്ളത് എന്താന്ന് വെച്ചാല് എല്ലാവരും ആ സോഡിയത്തിന്റെ ന്യൂക്ലിയസിലേക്ക് ഒന്ന് നോക്കൂ. എത്ര പ്രോട്ടോൺ ആണുള്ളത് അതിനകത്ത്? 11 പ്രോട്ടോൺ ആണുള്ളത്. ഇപ്പൊ 7 ഇലക്ട്രോണുകളെ വാങ്ങിയ ടോട്ടൽ എത്ര ഇലക്ട്രോണുകളാകും സോഡിയത്തിന്? 2 + 8 + 8 എത്രയായി? 18 ഇലക്ട്രോണുകളാകും. അപ്പൊ 11 പോസിറ്റീവ് ചാർജ് ഉള്ള പ്രോട്ടോണുകൾക്ക് 18 നെഗറ്റീവ് ചാർജുകളെ പിടിച്ചു നിർത്താൻ പറ്റണം. എളുപ്പമാണോ? അല്ല. പിന്നൊരു മാർഗമുള്ളത് എന്താ? ഇനിയുള്ള മാർഗം ഒന്നിനെ ഡൊണേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ടു ഡൊണേറ്റ് 1 ഇലക്ട്രോൺ. അപ്പൊ ലാസ്റ്റ് ഷെല്ലായ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇപ്പൊ എത്രയാ ഉള്ളത്? 1 ഇലക്ട്രോൺ ആണുള്ളത്. ആ 1 ഇലക്ട്രോണിനെ അങ്ങ് ഡൊണേറ്റ് ചെയ്തു. ആർക്ക് ഡൊണേറ്റ് ചെയ്തത്? തൊട്ടപ്പുറത്തുള്ള ക്ലോറിന് ഡൊണേറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പൊ എം ഷെല്ല് ഓക്യുപൈഡ് ആയിരിക്കോ? എം ഷെല്ല് ഷെല്ലിൽ 1 ഇലക്ട്രോൺ പോയി. ഇപ്പൊ സോഡിയത്തിന് എം ഷെൽ ഇല്ല. അപ്പൊ എത്ര ഉള്ളത് അവിടെ? കെ ഷെല്ലിൽ 2ഉം എൽ ഷെല്ലിൽ 8ഉം. എൽ ഷെല്ലല്ലേ അപ്പോ ബാഹ്യതമ ഷെല്ലായിട്ട് വരിക. നമ്മള് ആ എം ഷെല്ല് ഡൊണേറ്റ് ചെയ്തു. എം ഷെല്ലിൽ 1 ഇലക്ട്രോൺ ഉണ്ടായിരുന്നു. ആ 1 ഇലക്ട്രോണിനെ ക്ലോറിനെ ഡൊണേറ്റ് ചെയ്തു. അപ്പൊ ഡൊണേറ്റ് ചെയ്തപ്പോൾ അവിടെ ഇപ്പൊ എൽ ഷെല്ലായി ബാഹ്യതമ ഷെല്ലായിട്ട്. ഇപ്പൊ ബാഹ്യതമ ഷെല്ലിൽ എത്രയാകും? 8 ആകും. അങ്ങനെ 2 മാർഗങ്ങളുണ്ട്. അതിൽ ഒന്ന് വാങ്ങലും മറ്റൊന്ന് കൊടുക്കലുമാണ്. ഇതിൽ ഏറ്റവും ഈസി ആയിട്ട് സോഡിയത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്തായിരുന്നു? 1 ഇലക്ട്രോണിനെ കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആയോ? വെരി ഗുഡ്, ക്ലിയർ ആയില്ലേ? സോഡിയം 1 ഇലക്ട്രോണിനെ കൊടുക്കുമ്പോഴും ഒരുപാട് മാറ്റങ്ങൾ വരാനുണ്ട്. അത് നമുക്ക് അടുത്തതായി ചർച്ച ചെയ്യാം. ഓക്കെ, ഇനി ക്ലോറിന്റെ കേസിലേക്ക് വരൂ. ക്ലോറിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്രയാണ്? 2,8,7. നേരത്തെ തന്നെ പറഞ്ഞതാണ്, നമ്മൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ അല്ലെങ്കിൽ ബാഹ്യതമ ഷെല്ലിൽ 7 ഇലക്ട്രോൺ ആണുള്ളത്. 8 ആവാൻ വളരെ ഈസി ആയ മാർഗം എന്താ? 1 ഇലക്ട്രോണിനെ സ്വീകരിക്കുക എന്നുള്ളതാണ്. ഒരാൾ അവിടെ കൊടുക്കാൻ തയ്യാറായി നിൽക്കല്ലേ സോഡിയം. ഇനി സോഡിയം ഡൊണേറ്റ് ചെയ്തു. ഇനി ക്ലോറിനെ എന്ത് ചെയ്താൽ മതി? അതിനെ അക്സെപ്റ്റ് ചെയ്താൽ മതി. അക്സെപ്റ്റ് ചെയ്താൽ അവർ രണ്ടുപേരും എന്താകും? സ്റ്റേബിൾ ആകും. അപ്പൊ സോഡിയം കൊടുക്കുന്നു, അത് ക്ലോറിൻ അത് സ്വീകരിച്ചു. അപ്പൊ ഈ 2 ഇലക്ട്രോണും സ്റ്റേബിളായി വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു. അങ്ങനെ ഇവര് ഒരു കോമ്പൗണ്ട് ആയിട്ട് മാറുന്നു. ഏത് കോമ്പൗണ്ട്? നോക്കൂ, ഫിഗർ വന്നിട്ടില്ലേ? സോഡിയം ക്ലോറൈഡ് എന്ന കോമ്പൗണ്ട് ആയിട്ട് മാറുന്നു. അപ്പൊ ഈ കോമ്പൗണ്ട് ആയിട്ട് മാറുമ്പോ ഇവിടെ ഇലക്ട്രോണിനെ ഒക്കെ വിട്ടു കൊടുക്കുകയും കൂടി ചെയ്യുമ്പോഴൊക്കെ അവിടെ എന്തെങ്കിലുമൊക്കെ മാറ്റം വേണമല്ലോ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ കാരണം? ഒരു ആറ്റത്തിന് ചാർജ് ഇല്ല എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. കാരണം എന്താണ്? ഒരു ആറ്റത്തിലുള്ള നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ഇലക്ട്രോൺസും എത്ര ഇലക്ട്രോൺ ഉണ്ട് അത്ര തന്നെ പ്രോട്ടോൺസും കാണും. അതുകൊണ്ട് ഈ പോസിറ്റീവ് ചാർജിനെ ഒക്കെ നെഗറ്റീവ് ചാർജ് ക്യാൻസൽ ചെയ്ത് പോകുന്നു. അങ്ങനെ അവര് ന്യൂട്രൽ ആയിട്ടിരിക്കുന്നു. അതുകൊണ്ട് ആറ്റം ചാർജ്ലെസ് ആണ്. പക്ഷേ ഇവിടെ ഈ ഡൊണേഷനും അക്സെപ്റ്റേഷനും ഒക്കെ സംഭവിക്കുമ്പോ അവിടെ ഇലക്ട്രോൺസിന്റെ എണ്ണം ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. പ്രോട്ടോൺസിന് ഒരു ചേഞ്ചും സംഭവിക്കുന്നില്ല. പക്ഷെ ഇലക്ട്രോൺസ് ആണ് ഇവിടെ ട്രാൻസ്ഫർ ചെയ്തു പോകുന്നത്. അപ്പൊ ഇവിടെ ആറ്റത്തിന്റെ ചാർജിനും മാറ്റം
നമുക്ക് അവിടെ നോക്കാം. ഇവിടെ എന്ത് സംഭവിക്കുന്നു? ഇവിടെ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് സോഡിയത്തിന്? നോക്കൂ, സോഡിയം ക്ലോറൈഡിന്റെ ആ സോഡിയത്തിലേക്ക് നോക്കൂ. അവിടെ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 10 ഇലക്ട്രോൺസ് ഉണ്ട്. പക്ഷെ എത്ര പ്രോട്ടോൺസ് ഉണ്ട്? 11 എണ്ണമുണ്ട്. അപ്പൊ ഇതിന് എന്ത് ചാർജ് വരണം പറയൂ? യെസ്, പോസിറ്റീവ് ചാർജ് വരണം. എങ്ങനെയാ പോസിറ്റീവ് ചാർജ് വന്നത്? ഒരു ഇലക്ട്രോണിന് ഡൊണേറ്റ് ചെയ്യില്ലേ? അപ്പൊ സോഡിയത്തിന് പോസിറ്റീവ് ചാർജ് വരണം. അതാണ് കണ്ടോ പ്ലസ് എന്ന സിമ്പിൾ. ഇനി ക്ലോറിന്റെ നോക്കൂ. ക്ലോറിന് നെഗറ്റീവ് ചാർജ് ആണ് വരേണ്ടത്. എന്താ കാരണം? ഒരു ഇലക്ട്രോൺ കൂടുതൽ സ്വീകരിക്കുകയില്ലേ, അപ്പോ അതിന് നെഗറ്റീവ് ചാർജ് വരണം. അതാണ് ക്ലോറിന്റെ മുകളിലായിട്ട് ഒരു മൈനസ് സിമ്പിൾ കണ്ടോ? ഓക്കെ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. നിങ്ങളുടെ കെമിസ്ട്രി ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 28 എടുക്കൂ. അതിന്റെ ക്വസ്റ്റ്യൻ നോക്കൂ. Does any change happen to the charge of sodium and chlorine atoms after the electron transfer process? എന്തെങ്കിലും നോക്കൂ, എന്തെങ്കിലും ചേഞ്ച് സംഭവിക്കുന്നുണ്ടോ ഓരോ ആറ്റത്തിന്റെയും ചാർജിന്? എപ്പോ? ഇലക്ട്രോണിനെ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ചാർജിന് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ ഇപ്പൊ കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ? അപ്പൊ ആൻസർ എന്താ? യെസ്, the charge of both atoms changed. Sodium atom gets positive charge and chlorine atom gets negative charge. Okay, നിങ്ങൾ ഇവിടെ ഒരു ഫിഗർ കണ്ടില്ലേ? ഇത് വന്നിട്ട് സോഡിയം ക്ലോറൈഡിനെ പുതിയ രീതിയിൽ ഡിനോട്ട് ചെയ്ത പിക്ചർ ആണ്. ഇതിനെ എന്താ പറയാ? ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം എന്ന് പറയും. പേരിൽ തന്നെ വളരെ കൃത്യമാണ്. ഇലക്ട്രോണിനെ ഒരു ഡോട്ട് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു. ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല് ബാഹ്യതമ ഷെല്ലിലെ അല്ലെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണുകളെ മാത്രമാണ് ഡിനോട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മളിപ്പോ പറഞ്ഞതുപോലെ ഈ സോഡിയത്തിന്റെ 11 ഇലക്ട്രോണെയും റെപ്രസെന്റ് ചെയ്യുന്നില്ല. ഇത് വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡാണ്. ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം കണ്ടുപിടിച്ചത് ഗിൽബർട്ട് എൻ ലെവിസ് ആണ്. ഇദ്ദേഹമാണ് ഇത് കണ്ടുപിടിച്ചത്. എങ്ങനെയുള്ള ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണുകളെ മാത്രമായിട്ട് റെപ്രസെന്റ് ചെയ്ത ഒരു ഡോട്ട് ഡയഗ്രാം. ആരെ കണ്ടുപിടിച്ചത്? ഗിൽബർട്ട് എൻ ലെവിസ്. പേര് മറക്കരുത്, ഗിൽബർട്ട് എൻ ലെവിസ്. ഓക്കെ, ഇനി നമുക്ക് ഈ ടേബിൾ ഒന്ന് ഫിൽ ചെയ്ത് നോക്കാം. നോക്കൂ, എന്തൊക്കെയാണ് ഈ ടേബിളിൽ തന്നിരിക്കുന്നത് ഒന്ന് നോക്കൂ. സോഡിയം, പിന്നെ ക്ലോറിൻ. ഒരു മിനിറ്റ്, നമ്മൾ പറഞ്ഞു ഉപ്പിനെ കുറിച്ച്. നമ്മൾ കിച്ചണിലുള്ള ആ സോൾട്ടിനെ കുറിച്ച് പറയുമ്പോ സോൾട്ടിനെ കുറിച്ചാണ് കേട്ടോ പറയുന്നത്. നമ്മളിപ്പോ എന്തൊക്കെയാണ് ഈ ടേബിളിൽ തന്നിരിക്കുന്നത്? സോഡിയം, പിന്നെ ക്ലോറിനും. ഒരു മിനിറ്റ്, നമ്മൾ പറഞ്ഞു ഉപ്പിനെ കുറിച്ച്. ഉപ്പിനെ കുറിച്ച് നമ്മൾ കിച്ചണിലുള്ള ആ സോൾട്ടിനെ കുറിച്ചാണ് കേട്ടോ നമ്മളിപ്പോ പഠിക്കുന്നത്. കെമിസ്ട്രി എന്ന് പറയുമ്പോൾ വളരെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. അപ്പൊ നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ തന്നിട്ടുള്ള കോമ്പൗണ്ടിനെ തന്നെ എടുത്ത് പഠിക്കണം. എന്നാലേ നമ്മൾ ഡെയിലി ലൈഫിൽ ഏതൊക്കെ ഉപയോഗിക്കുമ്പോൾ കെമിസ്ട്രി ഒക്കെ ഓർമ്മ വരികയുള്ളൂ. യെസ്, എന്നാ നമുക്ക് നോക്കാം. നോക്കൂ, ഇവിടെ സോഡിയവും ക്ലോറിനും ഉണ്ട്. സോഡിയത്തിന്റെ ബിഫോർ ദ കെമിക്കൽ റിയാക്ഷനും ചോദിക്കുന്നു, പിന്നെ ആഫ്റ്റർ ദ കെമിക്കൽ റിയാക്ഷനും ചോദിക്കുന്നു, പിന്നെ അതേപോലെ തന്നെ ക്ലോറിന്റെയും ചോദിക്കുന്നു. പിന്നെ നോക്കൂ, സോഡിയത്തിന്റെയും ക്ലോറിന്റെയും എന്ത് കണ്ടുപിടിക്കണം? എന്ത് കണ്ടുപിടിക്കണം? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, നമ്പർ ഓഫ് പ്രോട്ടോൺസ്, ചാർജ്, ഇതൊക്കെ എഴുതണം. നമുക്ക് എഴുതി നോക്കാം. നോക്കൂ, സോഡിയത്തിന്റെ നോക്കൂ, ബിഫോർ ദ കെമിക്കൽ റിയാക്ഷൻ എത്ര ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്? 2,8,1. ആഫ്റ്റർ ദ കെമിക്കൽ റിയാക്ഷൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്രയാണ് സോഡിയത്തിന്റെ? 2,8. എന്താ ഒന്ന് എവിടെ പോയി? എല്ലാവർക്കും ഓർമ്മയുണ്ട് അല്ലേ? ക്ലോറിന് ഡൊണേറ്റ് ചെയ്തില്ലേ? ഇനി നമുക്ക് ക്ലോറിന്റെ നോക്കൂ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ബിഫോർ ദ കെമിക്കൽ റിയാക്ഷനിൽ 2,8,7. ആഫ്റ്റർ ദ കെമിക്കൽ റിയാക്ഷൻ നോക്കൂ, 2,8,8. ഇനി നമുക്ക് സോഡിയത്തിന്റെ നോക്കാം. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാണ്? 11. ആഫ്റ്റർ ദ കെമിക്കൽ റിയാക്ഷനിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാണ് സോഡിയത്തിന്റെ? 10. 10ഓ? 11 അല്ലേ വരേണ്ടത്? അതെങ്ങനെ 10 ആയി? ഒരു ഇലക്ട്രോണിന്റെ കൊടുത്തില്ലേ ക്ലോറിന്റെ? പിന്നെ ക്ലോറിന്റെ
ബിഫോർ ദ കെമിക്കൽ റിയാക്ഷൻ നോക്കൂ 17. ആഫ്റ്റർ ദ കെമിക്കൽ റിയാക്ഷനോ ക്ലോറിന്റെ 18. ഇനി നമ്പർ ഓഫ് പ്രോട്ടോൺസ് നോക്കൂ സോഡിയത്തിന്റെ ബിഫോർ ദ കെമിക്കൽ റിയാക്ഷൻ 11. ആഫ്റ്റർ ദ കെമിക്കൽ റിയാക്ഷനോ സോഡിയത്തിന്റെ പ്രോട്ടോൺസ് എത്രയാണ് എണ്ണം 11. ഓർക്കണം, ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ അതിന്റെ പ്രോട്ടോൺസിന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. കാരണം എന്താണ്? ഈ പ്രോട്ടോൺസ് ന്യൂക്ലിയസിന്റെ ഉള്ളിൽ സേഫ് ആയിട്ട് ഇരിക്കുകയാണ്, അതുകൊണ്ടാണ്. ഓക്കെ, ഇനി ബിഫോർ ദ കെമിക്കൽ റിയാക്ഷൻ ക്ലോറിന്റെ നോക്കൂ 17. ആഫ്റ്റർ ദ കെമിക്കൽ റിയാക്ഷനോ 17 ക്ലോറിന്റെ. ഇനി സോഡിയത്തിന്റെ ബിഫോർ ദ കെമിക്കൽ റിയാക്ഷൻ നോക്കൂ, ചാർജ് എത്രയാണ്? നോ ചാർജ്. ആഫ്റ്റർ ദ കെമിക്കൽ റിയാക്ഷൻ എത്ര ചാർജ് വരും? 1+ വരും. എങ്ങനെ പ്ലസ് ഒരു ചാർജ് വന്നു? ഡൊണേറ്റ് ചെയ്തില്ലേ, കൊടുത്തില്ലേ ക്ലോറിൻ, അപ്പൊ അതിന് പ്ലസ് ചാർജ് വന്നു. ഇനി ക്ലോറിന്റെ നോക്കൂ, ബിഫോർ ദ കെമിക്കൽ റിയാക്ഷൻ നോ ചാർജ് ആണ്. ആഫ്റ്റർ ദ കെമിക്കൽ റിയാക്ഷൻ ക്ലോറിന് 1- വന്നു. എങ്ങനെ വന്നു? ഒന്ന് കൂടുതലായി സ്വീകരിച്ചത് കൊണ്ട് 1- വന്നു. ഓക്കെ, വിച്ച് ആറ്റം ഡൊണേറ്റ് ദ ഇലക്ട്രോൺ? ഹൗ മെനി? ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഏത് ആറ്റം ആണ് ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്തത്? അതിന്റെ എത്ര ആറ്റം ആണ്? യെസ്, ആൻസർ വന്നിട്ട് സോഡിയം ആറ്റം 1 ഇലക്ട്രോണിനെയാണ് ഡൊണേറ്റ് ചെയ്തത്. ഇനി നോക്കൂ സെക്കൻഡ് ക്വസ്റ്റ്യൻ. വിച്ച് ആറ്റം accepted the electron? How many? Electron. Chlorine atom 1 electron. How are the atoms called after they get charged? ഇപ്പൊ നമ്മൾ പഠിച്ചു ആറ്റംസ് ഇലക്ട്രോണിനെ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ചാർജ് ഉണ്ടാകുമെന്ന് നമ്മൾ പഠിച്ചു. ഈ ചാർജ് ആയിട്ടുള്ള ആറ്റമിന് വേറൊരു പേരുണ്ട്. ഏതാണെന്നറിയോ? അയോൺസ്. അയൺ അല്ല കേട്ടോ, അയോൺസ്. IONS. അപ്പൊ ചാർജ് ആയിട്ടുള്ള ആറ്റമിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? അയോൺസ് എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്ത ടോപ്പിക് ആണ് കാറ്റയോൺസ് ആൻഡ് ആനയോൺസ്. During the formation of sodium chloride, sodium atom donates an electron and gets converted to sodium ion. Positive ions are called cations. സോഡിയം ക്ലോറൈഡ് ഉണ്ടാകുന്ന സമയത്ത് സോഡിയം ആറ്റം എന്ത് ചെയ്യുന്നു? ഈ സോഡിയമും ക്ലോറിനും വെറുതെ അങ്ങ് ഇരിക്കുകയല്ലല്ലോ ഉപ്പിനകത്ത്, അവരെ കമ്പൈൻ ചെയ്തിട്ട് ഇരിക്കുകയാണ്. അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. സോഡിയം ഇങ്ങനെ റിയാക്ഷൻ നടക്കുമ്പോൾ ഒരു ആറ്റമിനെ ഡൊണേറ്റ് ചെയ്യുന്നു, വിട്ടുകൊടുക്കുന്നു. വിട്ടുകൊടുത്തിട്ട് അതിന് എന്ത് ചാർജ് വരുന്നു? പോസിറ്റീവ് ചാർജ് ആകുന്നു. ആ പോസിറ്റീവ് ചാർജിനെയാണ് നമ്മൾ കാറ്റയോൺസ് എന്ന് പറയുന്നത്. എന്താ പറയാ? കാറ്റയോൺസ് എന്ന് പറയുന്നു. സോഡിയം അയോൺ ആയി മാറുന്നു. സോഡിയം അയോൺ ആയി മാറുന്നു. അത് കണ്ടോ ബ്രാക്കറ്റിൽ Na+. അത് പോസിറ്റീവ് ചാർജ് ആണ്. സോഡിയം അയോൺ ആയി മാറുന്നു. ആ പോസിറ്റീവ് അയോണിന് പറയുന്ന പേരാണ് കാറ്റയോൺസ്. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ. ക്ലോറിൻ accepts an electron to form chloride ions. Negative ions are called anions. ക്ലോറിൻ വന്നിട്ട് സോഡിയത്തിന്റെ ഒരു ആറ്റത്തെ സ്വീകരിച്ചിട്ട് അവിടെ ഒരു നെഗറ്റീവ് ചാർജ് കൂടുതലാകുന്നു പ്രോട്ടോണിനെ കാണും. അതുകൊണ്ട് ക്ലോറിൻ അയോണായി മാറുന്നു. സോ ഈ നെഗറ്റീവ് അയോണിനെ നമ്മൾ എന്താ വിളിക്കുക? ആനയോൺസ്. എന്താ വിളിക്കുക? ആനയോൺസ്. ഇനി നമുക്ക് അയോണിക് ബോണ്ടിന്റെ ഡെഫിനിഷൻ നോക്കാം. നോക്കൂ, അയോണിക് ബോണ്ട് ഈസ് എ കെമിക്കൽ ബോണ്ട് ഫോംഡ് ബൈ ദ ഇലക്ട്രോൺ ട്രാൻസ്ഫർ. ഇവിടെ ഇലക്ട്രോണിനെ ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ഇവിടെ ഇലക്ട്രോണിനെ ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് അയോണിക് ബോണ്ട് ഉണ്ടായിട്ടുള്ളത്. ഇലക്ട്രോണിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴാണ് ഓരോ ആറ്റത്തിനും ചാർജും ഉണ്ടാകുന്നത്. ഓരോ ആറ്റത്തിനും ചാർജും ഉണ്ടാകുന്നത് ആ ചാർജ് ആയിട്ടുള്ള ആറ്റം തമ്മിൽ അട്രാക്ട് ചെയ്ത് നിൽക്കുന്നു. അതാണ് അയോണിക് ബോണ്ട്. സോ അയോണിക് ബോണ്ട് ഈസ് എ കെമിക്കൽ ബോണ്ട് ഫോംഡ് ബൈ ദ ഇലക്ട്രോൺ ട്രാൻസ്ഫർ. ഇനി നോക്കൂ, ഇൻ ആൻ അയോണിക് ബോണ്ട് the ions are held together by the electrostatic force of attraction between the oppositely charged ions. നമ്മൾ പഠിച്ചതാണ് ഒരു അയോണിക് ബോണ്ടില് അയോൺസ് തമ്മിൽ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കാൻ കാരണം എന്താണ്? ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് ആണ്. ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് ആയിട്ടുള്ള അയോൺസ് ഉള്ളത് കൊണ്ടാണ്. ഒന്നിന് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ മറ്റേ അയോണിന് നെഗറ്റീവ് ചാർജ് ആണ്.
സോ അതുകൊണ്ട് ഈ പോസിറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള അയോൺസ് തമ്മിൽ അട്രാക്ട് ചെയ്ത് നിൽക്കുന്നു. അങ്ങനെയാണ് നമ്മൾ സോഡിയം ക്ലോറൈഡിന്റെ കേസ് കണ്ടല്ലോ. അതാണ് അയോണിക് ബോണ്ടിൽ സംഭവിക്കുന്നത്. ഓക്കെ, നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചത്? കെമിക്കൽ ബോണ്ടിങ് 2 ടൈപ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കി. ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് വൺ അയോണിക് ബോണ്ടിങ് ആൻഡ് സെക്കൻഡ് വൺ കോവലന്റ് ബോണ്ടിങ്. അപ്പൊ നമ്മൾ ഇന്ന് അയോണിക് ബോണ്ടിങ്ങിനെ കുറിച്ചാണ് പഠിച്ചത്. എന്താണ് അയോണിക് ബോണ്ടിങ്? The oppositely charged ions thus formed are attraction. This type of attractive force is called ionic bonding. ചാർജ് ഉള്ള ആറ്റത്തിനെയാണ് നമ്മൾ അയോൺസ് എന്ന് വിളിക്കുന്നത് എന്ന് മനസ്സിലാക്കി. അത് ഓർക്കണം. ചാർജ് കിട്ടണമെങ്കിൽ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കണം, അല്ലെങ്കിൽ ഇലക്ട്രോണുകളെ സ്വീകരിക്കണം എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കിയിരുന്നു. ഓർമ്മ വരണം ഇതൊക്കെ. പിന്നെ എന്താണ് നമ്മൾ പഠിച്ചത്? പിന്നെ അയോണിക ബന്ധനത്തിലൂടെ എങ്ങനെയാണ് കോമൺ സാൾട്ട് സംയുക്തമായി നിലനിൽക്കുന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. പിന്നെ പോസിറ്റീവ് അയോൺസ് ആർ കോൾഡ് കാറ്റയോൺസ് എന്നും നെഗറ്റീവ് അയോൺസ് ആർ കോൾഡ് ആനയോൺസ് എന്നും മനസ്സിലാക്കി. പിന്നെ നമ്മൾ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം കണ്ടു. എന്താണ് ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം? സോഡിയം ക്ലോറിന്റെ പുതിയ രീതിയിൽ ഡിനോട്ട് ചെയ്തിട്ടുള്ളതാണ് ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം. അത് ആരെ കണ്ടുപിടിച്ചത്? ഗിൽബർട്ട് എൻ ലെവിസ്. പേര് മറക്കരുത്, ഗിൽബർട്ട് എൻ ലെവിസ്. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. എല്ലാവർക്കും ഞാൻ ക്ലാസ് എടുത്തത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.